ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കിഡിലം BMW M5 F10 മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ നമ്മുടെ ലുക്കൊക്കെ നിങ്ങളുള്ള ഈ സാരാന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിലാണ് ഈ ഞാൻ ലുക്കെല്ലാക്കി വെച്ചേക്കണേ. ഗൈസ് അത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഐബ്രോ എവിടെയാന്ന് ചോദിക്കും. അപ്പോൾ എന്നോട് പറയാം ഐബ്രോ ഞാൻ തന്നെയാണ്. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നാ പറയാനാ? ഇനി ഇത് ആരാന്ന് മനസ്സിലാവണ്ടേ? മുഖത്ത് വലിയ മുഖംമൂടി ഇട്ട് തലയിൽ ഒരു ചട്ടി ഹെൽമെറ്റും വെച്ച് കഴിഞ്ഞാൽ ആരാന്ന് മനസ്സിലാവും. എടാ അത് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് പോകാനാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതുവരെ ഐബ്രോ വന്നില്ലല്ലോ എന്ന്. സംഭവം ഞാൻ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഓ അതിനിടയ്ക്ക് കൂടെ ഒരു പ്രാങ്കും കൂടെ ഇറക്കാനാണ് പ്ലാൻ. അത് തന്നെയാണ് നമ്മുടെ പ്ലാൻ കേസ്. പിന്നെ നമ്മളിന്ന് പോണ കേസ് നമ്മുടെ സ്വന്തം പറക്കുന്ന അണ്ണാനിലാണ്. അപ്പോൾ പറക്കുന്ന അണ്ണാൻ കേസ് ആ സൈഡിൽ കിടപ്പുണ്ട്. നമ്മളെപ്പോഴും കേസ് അവനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ അകത്തോട്ടാട്ടോ വെക്കുന്നത്. കാരണം എന്താണെന്ന് അറിയില്ല, കേസ് ഇവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറത്തോട്ട് വെക്കാനൊന്നും തോന്നില്ല. ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് കേസ് നമ്മുടെ ഈ ഒരു കാർ ഷട്ടെല്ലാം അടച്ചിടും. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഫുള്ള് മഞ്ഞെല്ലാം പിടിച്ചിട്ടാണ് ഇരിക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് സിറ്റി കയറിയിട്ട് വാഷ് ചെയ്തിട്ട് വേണം പോകാൻ. അണ്ണാ അബിയോക്സ് എന്നുള്ള നമ്പർ പ്ലേറ്റ് പോലും വെച്ചിട്ടില്ല. ഇന്ന് മൊത്തം ഒരു പ്രാങ്കിനുള്ള പരിപാടിയാലേ. അപ്പം എടാ ശരിയാണല്ലോ, ഞാൻ ഫ്രണ്ടിൽ അങ്ങനെ നമ്പർ പ്ലേറ്റ് വെക്കാത്ത, പക്ഷേ ബേക്കിലുണ്ട്. ഇത് വെച്ച് ഉമ്മാർ നമ്മളെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇതെടുത്തിട്ട് തന്നെ പോകാൻ. കേസ് ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റ ID ഒക്കെ 5 സ്കോറിൽ തന്നെ കൊടുത്തേക്കണേ. അതുകൊണ്ട് കണ്ടുപിടിക്കൂലായിരിക്കും. എടാ നീ ഇങ്ങോട്ട് കയറി നിൽക്ക്, ഇതങ്ങോട്ട് ഇറങ്ങിപ്പോണേ. അതിന് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് എവിടെ അടങ്ങി നിൽക്കൂല. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നോണ്ടിരിക്കണം. അത് ചെറിയ അസുഖമൊന്നും അല്ല. പിന്നെ നീ ഒന്നേലും ഈ മാസ്ക് വെക്ക്, അല്ലേ നിന്റെ ഈ താടി വെക്ക്. ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി ലുക്കാട്ടോ. അണ്ണാ എന്നെ പോലത്തെ ഒറ്റ ഒരാളെ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും ഇങ്ങനെ മാസ്കും താടിയും വെച്ചാൽ? ഒറ്റ ഒരാളാണെ കാണിച്ചു തരാം. അതാരാ? വേറെ ആരാ? നീ തന്നെ. ഓഫ് അത് വലിയൊരു ഇതായിരുന്നു കേട്ടോ. നീ ഒന്നും പറയണ്ട, വണ്ടിയിലോട്ടെണ്ണം കയറാം, നമുക്ക് പോവാം. ഗൈസ് നമ്മുടെ പ്രാങ്കൊക്കെ നടന്നാൽ മതിയായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ നേരെ കാറിലോട്ട് കയറാം, അതിന് ടൈം കളയാതെ. നീ വന്ന് കാറിൽ കയറി, ഞാൻ അവിടെ നിൽക്കുന്നത്. യെസ്, അപ്പോൾ ഞാൻ നേരെ കാറിലോട്ട് കയറിയിട്ടുണ്ട്. ഈ കാറിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ഫുൾ ക്ലീൻ ആണ്. രാവിലെ തന്നെ കയറിയിട്ട് നമ്മുടെ ഇൻറ്റീരിയർ ഫുള്ളൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുറത്തുനിന്നുള്ളൊരു ലുക്കും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. ഇവൻ എന്നെ ഈ കാണിക്കണം. അവിടെ ഒന്ന് വണ്ടിയിലോട്ട് കയറുമോ? അല്ല അണ്ണാ കുഴപ്പമില്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചായിരുന്നു. അണ്ണാ സൈഡിലിരുന്നു. എടാ നീ ഇങ്ങോട്ട് വണ്ടിയിലോട്ട് കയറിക്കേ, ഞാൻ കുറച്ച് ഡ്രിഫ്റ്റ് എല്ലാം കാണിച്ചു തരാം. അണ്ണാ എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, നീ നേരെ വണ്ടിയിലോട്ട് കയറിക്കുക, നമുക്കൊന്ന് പോവാം. അവിടെ എല്ലാവരും എത്തിക്കാണും മിക്കവാറും. കേസ് പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് വേറെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ വൾപക്സ് ഉണ്ടല്ലോ, വൾപക്സ് കറക്റ്റ് ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. ആ ഒരു ഹെൽമെറ്റ് കാണില്ല കേട്ടോ. ഹെൽമെറ്റ് ഞാൻ എക്സ്ട്രാ ഇട്ടതാണ്. അപ്പോൾ ഹൾപക്സ് ആണെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ പോയി കഴിയുമ്പോൾ. എന്നാലും അണ്ണൻ എനിക്ക് വണ്ടി ഓടിക്കാൻ തരായിരുന്നു. ഇതിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ അങ്ങനെ തരാടാ. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഒന്ന് ഓടിച്ചോട്ടെ. ഈ BMW ഡ്രിഫ്റ്റ് അടിക്കാൻ അറിയായിരുന്നോ? എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് വെറുതെ നോക്കുന്നതേ ഉള്ളൂ. ചെറുതായിട്ടൊക്കെ ഡ്രിഫ്റ്റ് അടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ. നമുക്ക് എന്നാലും ഡ്രിഫ്റ്റ് എല്ലാം അടിച്ചോണ്ട് അങ്ങോട്ട് ഒരു എൻട്രി എടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ ഈ വീഡിയോ കണ്ട ലൈക്ക് അടിച്ച് ഇപ്പോഴത്തെ ലൈക്ക് അടിക്കുക. പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റ് ഒന്നും ഇല്ല. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. പിന്നെ എല്ലാവരും റാഫർ എന്നൊക്കെ പറഞ്ഞ് തീയും ബോംബൊക്കെ ഇട്ടോ കേട്ടോ കമന്റിൽ. നീയല്ലേ റാഫർ? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞതല്ല. ഞാൻ പിന്നെ ആരാന്റെ പേരും പറഞ്ഞിട്ട് തീയും ബോംബ് ഇടാൻ പറയുവാണ്. എല്ലാത്തൊരു കഴിവ് തന്നെ നിനക്ക്. അന്നേ ഈ വൾപക്സിന്റെ ഡ്രസ്സെല്ലാം ഇട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒറിജിനൽ വൾപക്സ് ഉണ്ടെങ്കിൽ പ്ലാൻ എല്ലാം പൊളിവേ. ഒറിജിനൽ വൾപക്സ് അവിടെ ഉണ്ടെങ്കിൽ വൾപക്സിനെ നമ്മളങ്ങ് തട്ടും, എന്നിട്ട് നമ്മളവിടെ കയറി വൾപക്സ് ആവും. പറയുമ്പോൾ എന്ത് സുഖം, അങ്ങോട്ട് കയറി ചെന്നാൽ മതി. കേസ് ഇപ്പോൾ അധികം പറഞ്ഞ് ലാഗൊന്നും എടുപ്പിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് നേരെ നമ്മുടെ സിറ്റിയിലോട്ട് പോയിട്ട് കാറൊന്ന് ഫുള്ള് വാഷ് ചെയ്തെടുത്തിട്ട് കാണാം. പിന്നെ ഇപ്പോൾ സമയം നോക്കുവാണെങ്കിൽ മീറ്റപ്പ് തുടങ്ങി കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ എന്തായോ എന്തോ എല്ലാവരും മീറ്റപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അല്ലേ റാഫറെ? നമുക്ക് അവിടെ എത്രയും പെട്ടെന്ന് എത്താൻ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് കാറ് വാഷാക്കാൻ ഉള്ളതാണ് പണി. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ രാവിലെ എണീറ്റ് വണ്ടി കയറി കിടണമെന്ന്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ രാവിലെ എണീറ്റ് ഫുള്ള് ക്ലീൻ ആക്കി തരാൻ അണ്ണനാണോ? അല്ല, ഞാൻ രാവിലെ ഒരു 10 മണിയായാലും എണീറ്റ് വരുമ്പോൾ തന്നെ. ആ 10-11 മണി വരെ കടന്ന് ഉറങ്ങും ചെയ്യും, കാറും കഴുകി ഇടൂല. എന്നിട്ട് ഞാൻ എത്രയും ചെയ്തിട്ട് ബാക്കിയും കൂടെ എന്നോട് ചെയ്യല്ലേ. എടാ നീ ഇങ്ങനെ ഉള്ളതെല്ലാം ഫുള്ള് വിളിച്ചു പറയില്ലേ ഗീസ്? ഇപ്പോൾ നമ്മൾ നേരെ കൂട്ടി കാർ വാഷ് ചെയ്തിട്ട് വേണം ഗീസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കടത്തുള്ളൂ പോയി. 2000 years later. കാറിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് നോക്കിയേ കണ്ടോ, ഫുള്ള് തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാർ വാഷ് ഇല്ലെങ്കിൽ അവൾ പെട്ടുപോയാനെ. ഇവിടെ വരെ ഒടുക്കത്തെ ഡ്രിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അണ്ണനെ ഡ്രിഫ്റ്റ് കണ്ട് എൻ്റെ തല കൂടെ കറങ്ങാൻ തുടങ്ങി. നിന്റെ തലയിൽ ശരിക്കും കറങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ റാഫറേ. അണ്ണാ ഫ്രണ്ടിലേക്ക് ആരും നിൽക്കുന്ന? ഇതൊക്കെ ആരേത്? പറഞ്ഞ പോലെ ഇതൊക്കെ ആരാ? ഏതോ വണ്ടിയെല്ലാം കിടപ്പുണ്ട്. വേണ്ട വേറൊരു ഫ്ലൈങ് സോറെല്ലാം കിടക്കുന്ന. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. അത് ആരാന്ന് വലിയ വിടിയൊന്നുമില്ല. നമ്മൾ അറിയാവുന്ന ആരെങ്കിലും ആണോ എന്ന് അറിയില്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അണ്ണാ ഇത് ക്രൂസർ വേണ്ട, അവിടെ ഒറ്റയ്ക്ക് നടപ്പുണ്ട്. പിന്നെ വേറെ 2 പേരുണ്ട്, അവരാരൊന്നും വലിയ പിടിയൊന്നുമില്ല. എടാ നമ്മുടെ അങ്ങോട്ട് തന്നെ ഉള്ളവരാന്ന് കേട്ടോ തോന്നുന്നേ. വണ്ടിയിലോട്ട് കയറിക്കോളാൻ പറഞ്ഞേക്ക്. നിങ്ങളല്ലേ അത്? നിങ്ങളോ? ഏത് നിങ്ങള്? ക്രൂസർ ഉമാരല്ലേ മറ്റേ CC കൂടി കാറുള്ളവന്മാരുടെ കൂടെ ഉള്ള? എടാ CC കൂടിയ കാർ ഉമ്മാര് എന്താടാ പറയുന്നത്? നമ്മളൊരു കാട്ടാക്കട തന്നെ ഉള്ള കേട്ടോ. നീ കാട്ടാക്കട എവിടെ? നീ കാട്ടാക്കട കാലിൻ്റെ ഇടയിൽ. അവിടെ ഉമാർ അത് തന്നെ. ഉമാർ എവിടല്ലേ? എന്റെ മച്ചാൻ ഇത് അവന്മാരൊന്നും ഇല്ല, നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ടിലിരിക്കണ റാഫർ. പിന്നെ ഓടിക്കണത് ആരാന്ന് വലിയ പിടിയൊന്നും ഇല്ല. പക്ഷെ സൗണ്ട് അവിടെ കേട്ട പോലെ ഉണ്ട്. ഇത്ര വലിയ പൊട്ടനായിരുന്നു. അല്ല ഈ പുറത്തെടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, ഇവൻ എന്നെ ചെയ്യണ്ടേ? അവനും കാട്ടാക്കട തന്നെ ഉള്ള കേട്ടാ. അവൻ എന്തായാലും ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? അവനോട് നടന്നു വരാൻ പറയാം. നിങ്ങൾ കിട്ടോ. ഇയാൾ ആരുടെ ഈ വണ്ടിയുടെ ബൈക്ക് കയറിയിട്ട് കാട്ടാക്കട എന്ന് പറഞ്ഞോണ്ടിരിക്കും. എടാ നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാം കേട്ടാ. കാട്ടാക്കട നമ്മുടെ ഏരിയയും കൂടെയാ. കാട്ടാക്കട നിങ്ങളുടെ ഏരിയ ആണ്. ഇപ്പൊ ഞാൻ ചെയ്യണ്ടേ? അല്ല നീ ഒന്നും ചെയ്യൊന്നും വേണ്ട. ഒരു 2 പയ്യന്മാരുണ്ടായിരുന്നു CC കൂടി കാറ് കൊടുത്തിട്ട് അതിലെ കൂടെ പോയെ. അമാരെ തപ്പിയാണ് നമ്മൾ നടക്കണേ. അല്ല ഈ CC കൂടി കാർ എന്ന് പറയുമ്പോ ഏത് കാറാ ഉദ്ദേശിക്കുന്നത്? എടാ നീ തന്നെയല്ലേ ക്രൂസർ? ഇവൻ തന്നെ അത്.
ഇവനെപ്പോൾ തന്നെ വളവും വളച്ചിട്ട് അമ്മമാര് പോയാ CC കൂടി കാറും കൊണ്ട്. എന്റെ പൊന്നു മച്ചാൻ, അത് ഇവരൊന്നും അല്ലെന്നേ, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഇത് നമ്മളൊരു മീറ്റപ്പിന് എങ്ങാനും പോയിക്കൊണ്ടിരിക്കുവല്ലേ ഇപ്പൊ. അടങ്ങിയിരിക്കും, നമുക്ക് പിന്നെ കണ്ടുപിടിക്കാതെ ആരാന്ന്. അല്ല റാഫർ, ഇതാരെയും വണ്ടി ഓടിക്കണത്? ഇവിടെ കണ്ടുപരിചയൊന്നും ഇല്ലല്ലോ. ക്രൂസർ നീ പൊട്ടനാണ്, ഇത് വൾപക്സ്. ഇവനെ നീ കണ്ടിട്ടില്ല? ഓ സോറി വൾപക്സ് ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ വൾപക്സ് അതിനിടയ്ക്ക് മാസ്ക് വിട്ടോണ്ട് നടക്കാനും തുടങ്ങി. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു സൗണ്ട് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ എന്ന്. വൾപക്സ് ആയിരുന്നല്ലേ? ആടെ ഞാൻ വൾപക്സ് തന്നെ. നിനക്ക് എന്നെ സൗണ്ട് കേട്ടാലും അറിയില്ല. ഇവിടെ ഞാൻ തോന്നുന്നില്ല മീറ്റപ്പ്. രണ്ട കുറച്ച് പേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അല്ല ഇതെന്തോ ഇത് KDM കാറിന്റെ മീറ്റപ്പ് ഇത്. അത് തന്നെയാണ് ഞാനും നോക്കുന്നത്. ഇത് BMW M5. ആ ശരിയാ, എല്ലാരും സെയിം കാറൊക്കെ തന്നെയാണ്. പക്ഷെ ഫുള്ള് KDM കാർ ആയി പോയോന്നൊരു സംശയം. KDM കാർ ആയി പോയെന്നാ? എടാ നമ്മളും കാട്ടാക്കട തന്നെ ഉള്ള കേട്ടോ. ഇയാൾ ഇതാടാ ആ ഡോർ തുറന്ന് ഇറക്കി വിട്ട അയാൾ കുറേ നേരം ഇവിടെ കാട്ടാക്കട. ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു BMW M5 F10 മീറ്റപ്പ് ഒക്കെ ആയിരുന്നു. സംഭവം കാറെല്ലാം സെയിം തന്നെയാണ് അല്ലേ? കാറെല്ലാം അത് തന്നെയാണ്. പക്ഷേ സംഭവം ഇവിടെ നടന്നത് ഫുള്ളൊരു KDM കാർ മീറ്റപ്പ് ആയ പോലെ ഉണ്ട്. ഇതിപ്പോൾ ഈ സൈഡിൽ വേണ്ട ഫുള്ള് നൈക്കി കിടപ്പുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ ഫ്ലൈങ് സൂറിലും കിടപ്പുണ്ട്. എന്തുവാടാ റാഫർ ഇത്? എനിക്കും അറിയാൻ പാടില്ല അണ്ണാ ഇത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം കാണുന്നേ. ഒരു കാറിന്റെ മീറ്റപ്പ് വെച്ചിട്ട് ഫുള്ള് KDM കാർ മീറ്റ് ആയിപ്പോയി. നമ്മൾ KDM കാർ മീറ്റ് വെച്ചാൽ പോലും വരില്ല ഇത്രയും KDM കാർ. എന്റെ പൊന്നു കൈസ്, ഇയാളെ കൊണ്ട് രക്ഷയില്ലോ. വഴിയൊന്നും കയറ്റേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അവിടെ അങ്ങനെ ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. വൾപക്സെ, നീ എന്തുവാണ് വ്ളോഗ് എടുക്കുവാണോ? നീ ഇന്ന് മുതലേ വ്ളോഗ് എടുക്കാനൊക്കെ തുടങ്ങി? എടാ ഞാൻ ഇന്ന് തൊട്ട് തുടങ്ങിയുള്ളൂ. ഇന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും കൂടി ചെറിയൊരു യൂട്യൂബർ ആവാന്ന് വെച്ച്. ഓ അങ്ങനെയാണെങ്കിൽ നമ്മളിനി വല്ല മീറ്റപ്പിന് പോകുമ്പോൾ 2 യൂട്യൂബേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ അണ്ണൻ ഇതുവരെ വന്നില്ലല്ലോ. അണ്ണനെയാണ് കാണാത്ത. എത്ര സമയമായിട്ട് ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ. ഒരു സ്ഥലത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് വരൂല. അതെല്ലേലും എങ്ങനെയാണല്ലോ, ഏതെങ്കിലും മീറ്റപ്പിന് കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മീറ്റപ്പ് എല്ലാം വെച്ചിട്ട് ആദ്യം കാറ് കൂട്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എത്തിയെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന കേട്ടിട്ടുണ്ട്. അല്ലാതെ നമ്മളൊക്കെ വല്ല മീറ്റപ്പ് വെച്ചാൽ കാണുമൊന്നുമില്ല. അതാണ് ഞാനും പറഞ്ഞത്. നമ്മളൊക്കെ ഒരു മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ വരത്തില്ലേ കേസ്. പിന്നെ അവിടെ മറ്റേ ഷിൻജാനോ ഏതോ കാറ് കിടപ്പുണ്ട്. അതും ഫ്ലൈങ് സ്കൂറിലൊക്കെ കാണാൻ കേസ് ഏതാണ്ട് ഒരുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതെടുത്ത് ഇവിടെ കൊണ്ടിട്ടാലും ഫ്ലൈങ് സ്കൂറിലാണെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ ഫ്ലൈങ് സ്കൂറിലും ഷിൻജാനും കൂടെ എന്തോ കൊളാബായിട്ടുണ്ടായ ഒരു വണ്ടിയാണ് തോന്നുന്നത്. പിന്നെ ഈ ക്രൂസർ ബോട്ടിന് ഇതുവരെ എന്നെ മനസ്സിലായാലും തോന്നുന്നു. മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതാണോന്നും അറിയത്തില്ല. ഇതെന്നെ പറക്കുന്ന എണ്ണാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൊള്ളാം കേട്ടോ. അവിടെ വൾപക്സെ, നീ അണ്ണനെ ഒന്ന് വിളിച്ചു ചോദിക്കേ, പെട്ടെന്ന് വരാൻ പറ. നമ്മൾ മീറ്റപ്പ് എല്ലാം കഴിയാനായെന്ന് പറയും. ഇനി വന്നിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന്. അല്ലെ പിന്നെ നമ്മൾ മീറ്റപ്പ് എല്ലാം കഴിയുമ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ട് പോകും. വിളിച്ചു നോക്കാം ഞാൻ. നിൽക്കുക ഇത് ഏതാടാ കാറ്? ഓ കൊള്ളാലോ, കിട്ടില്ലൊരു കാറ് വന്നിട്ടുണ്ടല്ലോ ഗീസ്. എന്നാ രസമൊന്നും നിൽക്കി ഈ കാറ് കാണാൻ വേണ്ടി. ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളറൊക്കെ വന്നിട്ട് ഹെഡ്ലൈറ്റ് എല്ലാം ഗ്ലോ ആവുന്നുണ്ട്. ഇതിൻ്റെ ഓണർ ആരാ? അണ്ണ ഇതിൻ്റെ ഓണർ ഞാൻ വൾപക്സ്. ഇതേണ്ട സൈഡിൽ നിൽക്കുന്ന ഗൈസ്, ചെറുതായിട്ടൊന്ന് പണി പാളിയെന്ന് തോന്നുന്നു. ഒറിജിനൽ വൾപക്സ് ഇതേണ്ട അവിടെ നിൽപ്പുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കാർ എടുത്തിട്ട് എസ്കേപ്പ് ആവുകയാണ്. ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് എവിടെയാണ്? കയറിയ സ്ഥലവും മാറിപ്പോയി. 2 വൾപക്സിനെ കൂടെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ക്രൂസറിന് സംശയമാകും ഗീസ്. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് നേരെ പോവാം. ക്രൂസർ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രൂസർ അങ്ങ് അപ്പുറത്തെവിടെയാണ്. ഈ കാട്ടാക്കടയിലുള്ള അവനും കൂടെ കയറി വണ്ടിയിൽ ഇരുന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവൻ്റെ കാട്ടാക്കടയും കേൾക്കണം. മച്ചാനെ നമ്മൾ അവനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എവിടെയും കണ്ടു കിട്ടിയിട്ടൊന്നും ഇല്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ ആ കാട്ടാക്കട കൂടെ ഒന്ന് സ്പീഡിൽ പോകുന്ന അങ്ങനെ കണ്ടത്. നിങ്ങളുടെ ഈ വീട് ഇവിടെ കാട്ടാക്കടയാണോ? ഓ നമ്മൾ കാട്ടാക്കട തന്നെ ഉള്ളതാണ്. എന്താണ്? അല്ല മച്ചാനെ ഒന്നുമില്ല. പോകുന്നവരിക്കും മച്ചാനെ ഒന്ന് നൈസായിട്ടൊന്ന് അവിടെ ഇറക്കി വിടും, അത്രേ ഉള്ളൂ. ഓ എന്നെ വീട്ടിൽ കൊണ്ടാക്കാനാ? നിങ്ങളൊക്കെ എന്ത് നല്ല മനുഷ്യരല്ലേ. അപ്പോൾ നിങ്ങളൊന്നും അല്ല അവനെ ഞാൻ എന്തായാലും പിടിക്കുന്നുണ്ട്. 1 eternity later. കേസ് അയാളെയൊക്കെ കാട്ടാക്കടയെ കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു തേണ്ട ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നേരെ ഇറങ്ങുവാണ്. ഇതെന്നാ സംഭവം ഇവിടെ? ഇത് കൊള്ളാലോ ഗീസ്. ജസ്റ്റ് അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് നോക്കാം. ഇത് വല്ലാത്തൊരിതായി പോലും ഗീസ്. ദേണ്ട അതിൻ്റെ താഴെ നിൽപ്പുണ്ട്. എടാ ഇത് മറ്റേ കാട്ടാക്കടയിൽ അയാളല്ലടാ അത്. ഇങ്ങനെ ഇതുവരെ പോയില്ലേ? എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. നോക്ക് എല്ലാവരും കൂടെ ഇറങ്ങി അതിൻ്റെ താഴത്തോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കണേ. അവിടെ വൾപക്സെ, നമ്മൾ വെറുതെ ഇല്ലേ പോലെ അതാണ്ട് താന്നിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇത്രയും താഴെ ഉള്ളൂ, ബാക്കി താഴത്തോട്ടൊന്നും പോകില്ല. എടാ അവിടെ നിന്നൊക്കെ കയറി വരെ നോക്കണ താഴോട്ടൊക്കെ വേണ്ടി ചത്തുപോകും. ഈ പൊട്ടന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ വൾപക്സ് അല്ലെന്ന്. എന്തായാലും നമുക്ക് ഇവിടെ നേരെ പോവാം. ക്രൂസറിൻ്റെ തലയിൽ കൂടെ എങ്ങാനോ കാറ് കയറി പോയെന്ന് തോന്നുന്നു. അവൻ ചത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ജസ്റ്റ് നമുക്കിനി ഇവിടെ നേരെ പോകാൻ കേസ്. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ബേക്കിൽ വരുമെന്ന് തോന്നുന്നത്. വേണ്ട എല്ലാവരും കൂടെ നിരന്ന് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു കിടലിന് ലൊക്കേഷനിലോട്ട് പോകാം. എന്നിട്ട് കുറച്ച് പിക്കെല്ലാം എടുക്കണം. ഈ ശരിക്കുള്ള വൾപക്സ് എവിടെയാണെന്നൊരു പിടിയില്ലേ. എന്തായാലും വൾപക്സിൻ്റെ കാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി വൾപക്സ് ആണെന്ന് പോകുമ്പോൾ ശരിക്കും വിശ്വസിച്ചോളൂ. ഇനി വൾപക്സ് ആയിട്ട് അത് എന്തായാലും ക്രൂസറിന് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ. സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ പറയാൻ അവനെ റാഫറിനെ മിസ്സായിട്ടുണ്ട് കേട്ടോ. റാഫർ വേറെ അവിടെ ആയി പോയിട്ടുണ്ട്. റാഫറിനെ കൂടെ കൂട്ടായിരുന്നു. ആരോ ബേക്കിൽ വരുന്നുണ്ട്. ആരോ പോലും ബേക്കിൽ വേറെ ആരെല്ലാം ഉണ്ട്. ഈ ഫുള്ള് ഫ്ലൈങ് സ്കൂറിലായതുകൊണ്ട് ഇതൊക്കെ ആരാന്ന് മനസ്സിലാവുന്നില്ല. ഈ സൈഡിൽ നിൽക്കണത് ആ പുള്ളിയല്ല കേട്ടോ. ഞാൻ ഓർത്ത് മറ്റേ കാട്ടാക്കട പുള്ളിയത്. ആ പുള്ളി വരുന്നേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട കുറേ വണ്ടി നിരന്ന് വരുന്നുണ്ട്. ഈ എല്ലാവരും കൂടെ പോകുന്നതാണ് ആ രസമുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചില്ലേ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ ഹൈപ്പ് ചെയ്തിട്ടില്ലേ ഹൈപ്പും കൂടെ ചെയ്യുക. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് വേറെ ലൊക്കേഷൻ പിടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ ആ ഒരു പാർക്കിലെങ്ങാനും കയറില്ല നമുക്ക്. ജസ്റ്റ് അവിടെ കയറി 2 ഡ്രിഫ്റ്റ് അടിച്ചാലോ എന്നുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ. കേസ് അപ്പോൾ നമ്മളെല്ലാവരും വേണ്ട ഇവിടെ വന്നിട്ട് കാറെല്ലാം കിടിലം പോലെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ല എല്ലാ കാറും നല്ല കിടിലിനായിട്ട് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ നമ്മുടെ വൾപക്സിൻ്റെ കാറ് കിടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ ബ്ലൂമെല്ലാം ഓണാക്കിയിട്ടിട്ട്.
പിന്നെ എൻ്റെ ഒരു അപരം പോകുന്നുണ്ട് അതിനകത്തൂടെ, ഞാൻ നിങ്ങളങ്ങനെ കാണിച്ചു തരാം. കറക്റ്റ് കേസ് എൻ്റെ ആ ഒരു ഒറിജിനൽ ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്കും വെച്ചിട്ടാണ് അവനെല്ലാം നടക്കുന്നത്. അപ്പോൾ അവനാണെന്നും വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ക്രൂസർ ഇരിക്കുന്നുണ്ടാവും. ക്രൂസറിനെ ഞാൻ പിന്നെ കണ്ടൊന്നുമില്ല. എന്തായാലും ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് കയറിയിട്ട് ഈ അപ്പുറത്തെ റോട്ടിൽ കൂടെ ഒക്കെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. റോട്ടിലൊന്നും ഒറ്റ മനുഷ്യരെ കാണുന്നില്ലല്ലോ. അണ്ണാ ക്രൂസർ വേറെ ഏതോ ഒരുത്തൻ്റെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. അണ്ണൻ്റെ ഇപ്പോൾ ശരിക്കും വൾപക്സ് അത് ഓർത്തോണ്ടിരിക്കുന്നത്. എന്നിട്ട് വേറെ ഏതോ ഒരുത്തൻ അണ്ണനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ പുറകെ പോകുന്നുണ്ട്. കേസ് അവനെ ഞാൻ കാണിച്ചു തന്നില്ല. കേസ് അവൻ അപ്പുറത്തെ അവിടെ നിൽക്കുന്നുണ്ട്. ധാരോ ഫ്ലൈങ് സ്കൂളിൽ എടുത്ത് നേരെ അതിലേ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ താഴെ കേസ് ഒരു കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ വേണ്ട നമ്മുടെ ഷിൻചാനൊക്കെ കയറ്റി വേണ്ട ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആകാമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റവനെ കാണുന്നൊന്നുമില്ല, അവൻ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേസ്. അതൊരിക്കും ബൈ.